സീതാറാം യെച്ചൂരി വേദിയിലെത്തിയിരിക്കുന്നു. രാജ്ഭവന് മുന്നിലെ വേദിയിലാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി എത്തിയിരിക്കുന്നത്. ഗവർണർക്കെതിരെ LDFന്റെ രാജ്ഭവൻ മാർച്ച് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വലിയ പ്രവർത്തക പങ്കാളിത്തം അതിൽ ഉറപ്പാക്കാൻ 1 ലക്ഷം പേരെ അണിനിരത്തുമെന്ന് എന്ന് LDF പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അതിന് മുകളിലേക്ക് പ്രവർത്തകരെ അണിനിരത്താൻ കഴിയാവുന്ന രീതിയിൽ വലിയ മാർച്ചാക്കിയത് മാറ്റിയെടുക്കാൻ LDFന് എന്തായാലും കഴിഞ്ഞിരിക്കുന്നു. ജില്ലാ കേന്ദ്രങ്ങളും ഇപ്പോൾ മാർച്ചുകൾ പുരോഗമിക്കുകയാണ്. ആനാവൂർ നാഗപ്പൻ സംസാരിക്കുന്നു. അല്പസമയത്തിനകം സീതാറാം യെച്ചൂരി ഗവർണർക്ക് ഉന്നത വിദ്യാഭ്യാസം സംരക്ഷിക്കുക, കേരളത്തിനെതിരായ നീക്കം, ഗവർണറുടെ നീക്കം ചെറുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള LDF മാർച്ച് രാഷ്ട്രീയ ഏറ്റുമുട്ടലിന്റെ മറ്റൊരു തരത്തിലേക്ക് കടക്കുന്ന മാർച്ച് എന്ന പ്രത്യേകത കൂടി അതിനുണ്ട്. തനേഷ് തമ്പി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തനേഷ്, അല്പസമയത്തിനകം സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. തനേഷ് തമ്പിയും VA ഗിരീഷുമുണ്ട്. ഗിരീഷ്, അല്പസമയത്തിനകം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യുകയല്ലേ മാർച്ച്? ഹാഷ്മി, അല്പസമയത്തിനകം തന്നെ സീതാറാം യെച്ചൂരി ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. മാർച്ചിൻ്റെ ആദ്യ ഭാഗം ഇപ്പോൾ രാജ്ഭവന് മുന്നിലെത്തിയിരിക്കുന്നു. രാജ്ഭവന് മുന്നിൽ ഉദ്ഘാടന സമ്മേളനവും തുടക്കമായിരിക്കുന്നു. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇതിനുശേഷം സീതാറാം യെച്ചൂരി മാർച്ച് ഉദ്ഘാടനം ചെയ്യും. DMK നേതാവ് തിരുച്ചി ശിവ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല, നമുക്കറിയാവുന്ന പോലെ ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയുടെ പ്രധാന സംഘാടകനായ ഡോക്ടർ B ഇക്ബാൽ ഉൾപ്പെടെയുള്ളവർ ഈ വേദിയിലെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളുടെയും മുതിർന്ന നേതാക്കൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ RSSനെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് RSS ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പിടിമുറുക്കാൻ ശ്രമിക്കുന്നു, അവരുടെ നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മാർച്ചിന് ഇടതുമുന്നണി നേതൃത്വം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ VC നിയമനവുമായി ബന്ധപ്പെട്ട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് ഒക്കെ ഒരു വലിയ ക്യാമ്പയിനായി ഏറ്റെടുക്കുകയാണ് LDF. ഇതിൻ്റെ ഭാഗമായി നിരവധി ക്യാമ്പയിനുകൾ ജില്ലാ തലത്തിൽ ഉൾപ്പെടെ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ ഏറ്റെടുത്തു. അതിൻ്റെ ഒരു അവസാന ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ പോരാട്ടത്തിന് നാന്ദി കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാജ്ഭവന് മുൻപിൽ ഡോക്ടർ B ഇക്ബാൽ സംസാരിക്കുകയാണ്. വലിയ ഒരു ജനപങ്കാളിത്തം, കാരണം 1 ലക്ഷത്തോളം പേരെ അണിനിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ മാർച്ചാണ് ഇടതുമുന്നണി ഇക്കാര്യത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഗവർണർക്ക് താക്കീത് നൽകുക എന്ന രാഷ്ട്രീയമായ ഉദ്ദേശത്തോടെ തന്നെയാണ് ഇതിൽ ഇടതുമുന്നണി നേതൃത്വം നൽകിയിരിക്കുന്നതും. മുഖ്യമന്ത്രി, മന്ത്രിമാരൊഴികെയുള്ള ബാക്കി എല്ലാ മുന്നണി നേതാക്കളും തന്നെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹാഷ്മി, മറ്റ് സമഗ്രവും സമൂലവുമായ NCPയുടെ കുടികളാണ് പ്രേക്ഷകരെ കണ്ടത്. LDFന്റെ മാർച്ച് ഇപ്പോൾ രാജ്ഭവനിലേക്ക് എത്തി. അല്പസമയത്തിനകം സീതാറാം യെച്ചൂരി മാർച്ച് ഉദ്ഘാടനം ചെയ്യും. 1 ലക്ഷത്തിലധികം പേരെ അണിനിരത്തുമെന്നുള്ളതായിരുന്നു LDFന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം അല്ലെങ്കിൽ അവകാശവാദം ശരിയാണ് എന്ന് തോന്നും തരത്തിലുള്ള പ്രവർത്തക പങ്കാളിത്തമുണ്ട്. ഷഫീദ് റാവുത്തറുണ്ട്. ഷഫീദ്, മാർച്ചിന്റെ മുൻനിര ഇപ്പോൾ രാജ്ഭവന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ ഉദ്ഘാടന സമ്മേളനം തുടങ്ങാൻ പോകുന്നു. മാർച്ചിന്റെ പിൻനിര എവിടെ എത്തി നിൽക്കുന്നു ഷഫീദ്? ഞാൻ പറയുന്നതനുസരിച്ച് അങ്ങോട്ട് ജോസ് കെ മാണി, കാനം രാജേന്ദ്രൻ, MV ഗോവിന്ദൻ അടക്കമുള്ളവരാണ് രാജ്ഭവൻ മാർച്ചിന്റെ വേദിയിലുള്ളത്. ആനാവൂർ നാഗപ്പനാണെന്ന് തോന്നുന്നു സ്വാഗതം ആശംസിക്കുകയാണ്. ആനാവൂർ നാഗപ്പൻ അല്ല, ഇക്ബാൽ, ഡോക്ടർ B ഇക്ബാൽ സ്വാഗതം ആശംസിക്കുന്നു. അല്പസമയത്തിനകം സീതാറാം യെച്ചൂരി ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക, കേരളത്തിനെതിരായ ഗവർണറുടെ നീക്കം ചെറുക്കുക എന്നീ പ്രധാനപ്പെട്ട 2 മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് രാജ്ഭവനിലേക്ക് LDFന്റെ മാർച്ച്. ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതി എന്ന പേരിലാണ് ആ മാർച്ചെങ്കിലും സംഘടിപ്പിക്കുന്നത് LDF തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും സമാനമായ പ്രതിഷേധങ്ങൾ, ആലപ്പുഴയിലടക്കം സമാനമായ പ്രതിഷേധങ്ങൾ, വലിയ ജനപങ്കാളിത്തോടെ ഇപ്പോൾ പുരോഗമിക്കുന്ന മണിക്കൂറുകളാണ്. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, മാർച്ചിന്റെ പിൻനിര എവിടെ എത്തിയിരിക്കുന്നു? എന്താണ് 1 ലക്ഷം പേരെ അണിനിർത്താൻ കഴിയുമെന്ന് LDFന്റെ അവകാശവാദം ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിൽ പ്രവർത്തക പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്നുവല്ലേ ഷഫീദ്? ഹാഷ്മി, അങ്ങനെ തന്നെ വേണം ഇപ്പോൾ പറയാൻ. കാരണം അതാണ് നമുക്ക് ഈ വെള്ളയമ്പലം സ്ക്വയറിൽ നിന്ന് കാണാൻ സാധിക്കുന്ന കാര്യം. വെള്ളയമ്പലം സ്ക്വയർ ആണ് ഇതിന്റെ ഒരു പ്രധാന ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ശേഷം ഇവിടെ നിന്ന് ആദ്യം എത്തിയ മാർച്ചുകളെല്ലാം ഇപ്പോൾ രാജ്ഭവന് സമീപത്ത് ഒരുക്കിയിരിക്കുന്ന വേദിയിലേക്ക് പോയിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഈ നീളുകയാണ്. അതായത് ഏതാണ്ട് നമ്മുടെ നന്ദാപുരം ഭാഗമൊക്കെ കഴിഞ്ഞ
മ്യൂസിയവും കഴിഞ്ഞ് അങ്ങനെ നീളുകയാണ് നഗരത്തിലെ പല പ്രദേശങ്ങളിലേക്കും. മുൻപ് നേരത്തെ LDF പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വലിയ ഗതാഗത കുരുക്കിലേക്ക് കാര്യങ്ങൾ പോകാതെ കൃത്യമായ ക്രമീകരണം പോലീസ് ഒരുക്കിയത് കൊണ്ട് ഇത്രയധികം ആളുകളുടെ പങ്കാളിത്തം ഇവിടെ കൃത്യമായി ഉറപ്പാക്കാനും മാത്രവുമല്ല ഈ വന്നിരിക്കുന്ന പ്രവർത്തകരാകട്ടെ ഇപ്പോഴും തുടരുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വെള്ളയമ്പലം സ്ക്വയറിന്റെ 3 പ്രധാനപ്പെട്ട റോഡുകളിലേക്കും ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു. മ്യൂസിയം നന്ദാവനം ഭാഗത്തേക്കുള്ള റോഡിൽ പൂർണ്ണമായും ജനനിബിഡമാണ് എന്ന് വേണം പറയാൻ. ഇപ്പോഴും തിരക്കൊഴിയുന്നില്ല. അത് പൂർണ്ണമായും മാർച്ചുകൾ രാജ്ഭവന് മുൻപിലേക്ക് എത്താനും കഴിയുന്നില്ല. കാരണം അത്രത്തോളം ആളുകളുടെ ഒരു ജനപങ്കാളിത്തം ഇതിനുണ്ട് അല്ലെങ്കിൽ ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് LDFനെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. അത് ഗവർണർക്കുള്ള ഒരു മറുപടിയും കൂടിയാണ്. കാരണം തലസ്ഥാന ജില്ലയിൽ രാജ്ഭവനിലേക്ക് നടത്തുന്ന ഒരു പ്രതിഷേധം, ആ പ്രതിഷേധത്തിൽ കൂടുതൽ ജനകീയ പങ്കാളിത്തം, അതും വിവിധ മേഖലകളിൽ നിന്ന് വിവിധ പോഷക സംഘടനകളുടെ കൃത്യമായി CPMന്റെ LC സംവിധാനം അടക്കം താഴെത്തട്ടിൽ പ്രവർത്തിച്ച് ആളുകളെ ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ, ദേശീയ നേതാക്കൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഫ്രെയിമിലെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അത് ഈ മ്യൂസിയം ഭാഗത്തേക്ക് ആളുകൾ ഇങ്ങനെ ഒരു കടൽ പോലെ കിടക്കുന്നതിന്റെ ഒരു ദൃശ്യം അത് നമുക്ക് കാണാൻ സാധിക്കും. നിറയെ ആളുകളുണ്ട്. രണ്ട് വഴികളിലും, പ്രധാനപ്പെട്ട 2 വഴികളിലും തിങ്ങി ആളുകൾ നിൽക്കുന്നു. ഇത് കുറച്ച് ദൂരത്തേക്ക് അത്രയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPMനെ സംബന്ധിച്ച് അത് ഗവർണർക്ക് ജനങ്ങളെ അണിനിരത്തി കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാന അല്ലെങ്കിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. ഓരോ ഭാഗത്തും ഓരോ പോയിന്റുകളിലും കൃത്യമായി നേതാക്കൾ പ്രവർത്തകരെ അവരുടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴും നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മാർച്ചുകൾ ഇങ്ങോട്ടേക്ക് എത്താനായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വഴുതക്കാട് ഭാഗത്ത് നിന്ന് വരുന്ന മാർച്ച് ഇതുവരെയും രാജ്ഭവന് സമീപത്തേക്ക് എത്തിച്ചിട്ടില്ല. നമുക്കതിന്റെ ആകാശ ദൃശ്യം അതല്ലെങ്കിൽ ഒരു ടോപ്പ് ആംഗിൾ ഉടൻ തന്നെ ലഭ്യമാക്കാൻ കഴിയും. അതോടുകൂടി നമുക്ക് ആ ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും CPMനെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യം, അല്പസമയത്തിനുള്ളിൽ വേദികൾ ഈ വേദിയിൽ പ്രസംഗിക്കും. ഗവർണർക്കെതിരെ, അതായത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനം ഗവർണർ നടത്തുന്നുവെന്ന മുദ്രാവാക്യമാണ് ആദ്യ ജാഥയിലെ ആദ്യ പ്ലക്കാർഡായി ഉയർത്തിയത്. അതിൽ നിന്ന് തന്നെ CPM ഇക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദേശീയ ശ്രദ്ധയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രതിഷേധ സമരമായി ഇതിനെ മാറ്റുകയാണ് CPM ലക്ഷ്യം വെക്കുന്നത്. ആദ്യ മണിക്കൂർ അല്ലെങ്കിൽ ആദ്യ മിനിറ്റുകളിൽ അത് വിജയം കണ്ടു. കൂടുതൽ ആളുകളെ ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. BJP അടക്കം കഴിഞ്ഞ ദിവസം ഈ സർക്കാർ ജീവനക്കാരടക്കം നിർബന്ധിച്ച് മാർച്ചിൽ പങ്കെടുപ്പിക്കുന്നുള്ള ആക്ഷേപം ഉയർത്തിയിരുന്നു. പക്ഷേ ആളുകളുടെ പങ്കാളിത്തം കാര്യമായി ഈ മാർച്ചിലുണ്ട്. രാജ്ഭവനിലേക്ക് LDF നടത്തുന്ന മാർച്ചിൽ ജനപങ്കാളിത്തം കാര്യമായിട്ടുണ്ട്. 1 ലക്ഷത്തോളം ആളുകൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ വ്യക്തമായി പറയാൻ കഴിയില്ല. പക്ഷേ ജനപങ്കാളിത്തം കൃത്യമായി ഉറപ്പാക്കാൻ CPMനും അതേപോലെ LDFനും കഴിഞ്ഞിട്ടുണ്ട്. ഹാഷ്മി, വെള്ളയമ്പലം സ്ക്വയറിൽ നിന്നുള്ള ടോപ്പ് ആംഗിൾ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഷഫീദ് പറയുന്ന പോലെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഒരു ജനസമുദ്രം ഇരമ്പുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു ജനസമുദ്രം രാജ്ഭവനിലേക്ക് ഇരമ്പുന്നുണ്ട്. അതൊരു പ്രതിഷേധ ജനസമുദ്രമാണ്. LDFന്റെ രാജ്ഭവൻ മാർച്ചിലേക്കാണ് നേരുന്ന ജനങ്ങളുടെ വലിയ സംഖ്യയാണ്. പ്രവർത്തക പങ്കാളിത്തം കൃത്യമായി 1 ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ആളുകൾക്ക് മുകളിലേക്ക് പോകും എന്ന ഒരു നേതാവ് സുനിൽകുമാർ പറയുന്നത് പോലെ 1 ലക്ഷം ആളുകൾക്ക് മുകളിലേക്ക് ഉണ്ടോ ജനപങ്കാളിത്തം എന്ന് സംശയം തോന്നിക്കുന്ന തരത്തിൽ വലിയ പ്രവർത്തക പങ്കാളിത്തം ഉറപ്പിക്കാൻ LDFന് എന്തായാലും കഴിയുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ രാജ്ഭവന്റെ മുന്നിലെ വേദിയിൽ സീതാറാം യെച്ചൂരി മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എഴുന്നേക്കാൻ പോകുന്നുവെന്ന് കരുതുന്നു. കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണത്തിനുള്ള ഗവർണറുടെ നീക്കങ്ങൾ തടയേണ്ടത് കേരളത്തിന്റെ പൊതു ആവശ്യം എന്നാണ് ഇടതുമുന്നണിയുടെ പ്രചാരണം. അതടക്കമുള്ള കാര്യങ്ങൾ സീതാറാം യെച്ചൂരി പറയുമെന്ന് കരുതാം. അതിനെ ദേശീയ തലത്തിലേക്ക്, ദേശീയ ശ്രദ്ധയിലേക്ക് കൂടി ഉയർത്തുക. ദേശീയ തലത്തിൽ തന്നെ ഗവർണർമാർക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത പ്രതിഷേധത്തിന് തുടക്കം ഈ പറയുന്ന ജനസമുദ്ര മാർച്ചിൽ കൂടി ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയിൽ സീതാറാം യെച്ചൂരി സംസാരിക്കും. ಅದಕ್ಕೆ ನಮ್ಮ ಪ್ರಿಯಪಟ್ಟ ಸಗಾಕಲೆ ಸುಹೃತ್ತುಗಳೇ, ನಾನು ಇಂಗ್ಲೀಷು ಸಂಸಾರಿಕೆ. The president of today's meeting, Dr. Iqbal, the leaders of the LDF in Kerala, Comrade Govindan Master, Comrade Kanam Rajendran, Comrade Matthew Thomas, Comrade Jose K. Mani, my colleague in Parliament for a long time, Sri P.C. Chako, Sri P.C. Joseph, Kadakampalli Ramachandran, M.V. Shreyams Kumar, K.B. Ganesh Kumar, Binay Joseph, and my dear comrades and friends. This is a very peculiar situation and a very unhealthy situation for Indian democracy today. There is a situation where the office of the Honorable Governor
He spitted against the state government, the acts of the state government on state universities, and against the chancellors appointed in accordance to law adopted by the state legislative assemblies. Now, this is a situation that is not really, is very unbecoming for the health of a democracy. But this is something that is not merely connected with procedural matters. These are policy matters. And that is why this struggle that we are launching today is not a personal struggle. It's a policy matter struggle. Personally, I have known the Honorable Governor for more than 3 decades. VP Singh and Ramdhanji, part of the Jan Morcha, when we were revolting against then on the entire issue, and later when VP Singh became the Prime Minister. So personally, we've known for a long time, we've always disagreed on many policies, and once again I disagree today on what the policy that is being pursued. But this is a matter concerning higher education in the country, and therefore this is a very serious matter that we must all properly understand what this assault means. പ്രിയമുള്ളവരെ, ഈ വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളായ സാക്കൾ ഗോവിന്ദൻ മാസ്റ്റർ, മാത്യു ടി തോമസ്, കാനം PC ചാക്കോ, കടന്നപ്പള്ളി രാമേന്ദ്രൻ, വൈസ് ചാൻസലർമാർ, MV ശ്രേയാംസ് കുമാർ, KB ഗണേഷ് കുമാർ, ബിനോ ജോസഫ് മുതലായവർ, ഇന്ന് നാം ഇവിടെ കൂടിയിട്ടുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഹനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്, അതുപോലെ നിയമസഭ, തിരഞ്ഞെടുക്കപ്പെട്ട അധികാരങ്ങൾക്കെതിരായി ഗവർണർ വളരെ ജനാധിപത്യ വിരുദ്ധമായ നടപടികളുമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കേണ്ട ചാൻസലർ അതിന് ബദലായി തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു നയപ്രശ്നമാണ്, വ്യക്തിപരമായ പ്രശ്നമല്ല. ഇത് നയത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അദ്ദേഹവുമായി ഏതാണ്ട് 30 വർഷക്കാലത്തെ പരിചയമുണ്ട്. VP സിംഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ ഏതാണ്ട് 30 വർഷക്കാലം അദ്ദേഹവുമായി എനിക്ക് യോജിച്ച് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അദ്ദേഹവുമായി വ്യക്തിപരമായി തെറ്റേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും വ്യക്തിപരമായ കാര്യത്തിനെക്കുറിച്ചല്ല, നയപരമായ കാര്യത്തെക്കുറിച്ചാണ് അഭിപ്രായ വ്യത്യാസം രൂപപ്പെട്ടുള്ളത്. അത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത്. Before coming into this issue of higher education, we must realize that this sort of a conflict situation is happening not only in Kerala. This is happening in our neighboring Tamil Nadu. Tamil Nadu Assembly had to pass a new law on the question of chancellors and the governors. It's happened earlier in Bengal. The Bengal Assembly had passed a new law removing the governor as the chancellor of the universities in the state. It is now happening again in Telangana, where the Honorable Governor of Telangana is not returning the bills that have been adopted by the Legislative Assembly. It's happened earlier in Maharashtra. Very unusual. When a defectors government was formed, toppling the elected government, the governor was distributing sweets to those people who defected. Now the role of the governor as a constitutional position is now being reduced all over as an office that is advancing the political objective of the central government and the ruling BJP. This is not the constitutional role of the governor that is happening, and this is connected with the larger issue of center-state relations. ഇത് കേരളത്തിൽ മാത്രം അനുഭവിച്ചു വരുന്നൊരു പ്രശ്നമല്ല. തമിഴ്നാട്ടിലും ഇതേ പ്രശ്നമുണ്ട്. അവിടെ ഗവർണർ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ
അവർക്കൊരു പുതിയ നിയമം തന്നെ പാസ്സാക്കേണ്ടി വരിക എന്ന അവസ്ഥയുണ്ടായി. ബംഗാളിലും ഇതേ സ്ഥിതി ഉണ്ടായി. അവരും പുതിയ നിയമം നിർമ്മിക്കാൻ വേണ്ടി തയ്യാറായി. ചാൻസലറെ മാറ്റുന്നത് സംബന്ധിച്ചാണ് അവർ അവിടെ തീരുമാനമെടുത്തത്. തെലങ്കാനയിലാവട്ടെ നിയമസഭ പാസ്സാക്കിയ ബില്ലുകളൊക്കെ തന്നെ പിടിച്ചു വെക്കുകയും അത് പാസ്സാക്കി തിരിച്ചയക്കാതെ ഒപ്പിട്ട് തിരിച്ചയക്കാതെ പിടിച്ചു വെക്കുക എന്ന സമീപനമാണ് അവിടെ ഗവൺമെൻറ് സ്വീകരിച്ചത്. മഹാരാഷ്ട്രത്തിലും ഇതേ സ്ഥിതി തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് ഒരു ഭരണഘടനാപരമായ പദവിയാണ്. മഹാരാഷ്ട്രത്തിലും സമാനമായ സ്ഥിതിയാണുള്ളത്. ഇത് ഒരു ഭരണഘടനാപരമായ പദവിയാണ് എന്ന് മനസ്സിലാക്കാതെ കേന്ദ്ര ഗവൺമെന്റിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുക എന്ന രീതിയിലേക്ക് ഗവർണർമാർ മാറുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടാകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു നയപരമായ പ്രശ്നമാണ്. This is connected with our constitution and the center-state relations as defined by the constitution. Education is in the concurrent list of our constitution. That means the state governments have an equal right on deciding the policy and how education is imparted to its people. Increasingly, what we are seeing today on all matters connected with education, the states are bypassed and the center is taking its own unilateral decisions. This new education policy that has been, I thought the governor is in Delhi, no? Huh? And there's the horn. Oh, Shiva. Oh, is my friend Shiva coming? Is that good? So, education is in the concurrent list. So, state governments have an equal right. The Sarkaria Commission, the Poonchi Commission, that was appointed when we were supporting the Manmohan Singh government, the Poonchi Commission recommended that all matters on the concurrent list must first be discussed with the state governments before any central legislation is brought. This is accepted by the parliament. But this government has brought the new education policy during the COVID pandemic, unilaterally imposing it. The control over education is what the new education policy wants. Earlier, before COVID, they brought it. We opposed it in Rajya Sabha. They had to withdraw the education policy. But using the pandemic excuse, they have imposed it. So this matter of controlling education is a very important aspect of the BJP RSS's political design to convert the secular democratic India into a fascistic Hindutva Rashtra of their liking, and for that they require to control education and the consciousness of our youth. ഇത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. വിദ്യാഭ്യാസം നമുക്കറിയാം സമവർത്തി പട്ടികയിൽപ്പെട്ട കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒന്നാണ്. ഈ കാര്യത്തിൽ ഇതിൽ ദയവുണ്ടാക്കുന്നതിന് സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനുമൊക്കെ തന്നെ തുല്യ പങ്കാളിത്തമാണുള്ളത്. കേന്ദ്രം വിദ്യാഭ്യാസം സംബന്ധിച്ച് അല്ലെങ്കിൽ സമവർത്തി പട്ടികയിൽപ്പെട്ട ഒരു വിഷയവുമായി നിയമമുണ്ടാക്കണമെങ്കിൽ ആദ്യമായി സംസ്ഥാനങ്ങളോട് ചർച്ച ചെയ്യണം എന്ന് കേന്ദ്ര സർക്കാരുകൾ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള കമ്മീഷനുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. സർക്കാരിയ കമ്മീഷനും പൂഞ്ചി കമ്മീഷനും ഒക്കെ തന്നെ സമവർത്തി പട്ടികയിൽപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ആദ്യമായി സംസ്ഥാനവുമായി ചർച്ച ചെയ്തിട്ട് മാത്രമേ കേന്ദ്രം നിയമസഭ സൃഷ്ടിക്കാൻ പാടുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ കോവിഡിൻ്റെ കാലാവസ്ഥ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഒരു പകർച്ചവ്യാധിയുടെ കാലാവസ്ഥ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചു. ഞങ്ങളതിനെ രാജ്യസഭയിൽ എതിർത്തു. പക്ഷേ ഇപ്പോൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് വിദ്യാഭ്യാസത്തെ പിടിച്ചെടുക്കാനും അതിൻ്റെ ഭാഗമായി BJPയുടെയും RSSൻ്റെയും നയങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റിത്തീർക്കാനും ഒരു മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള രാജ്യമായ ഇന്ത്യയെ ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റിത്തീർക്കുന്നതിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഹിന്ദുത്വവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ശക്തമായി രാഷ്ട്രീയമായി എതിർക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. In order to achieve their political objective, they have to assault the system of higher education in Kerala. Why? For decades, Kerala has had the best
performance in education and literacy in India. And in fact, the levels of attained in education by Kerala actually equal many of the foremost universities of Europe and the USA. The National Accreditation Council under this Modi government, year after year, give the universities in Kerala a double plus rating, which is the highest. My long-time colleague in Parliament and dear friend and co-fighter, Shiva. So this system of higher education in Kerala, which is applauded globally and in India also, is an effort by the LDF government in Kerala to convert Kerala youth into the leaders of the knowledge society of the world today. Kerala has that potential, and that potential is that everybody educated, everybody access to higher education, and therefore everybody's own creativity can flourish. Now this is something that is exact opposite of what the RSS project of a fascistic Hindu Rashtra wants. They want mind control. They don't want creativity. They want people to think in a backward, obscurantist manner, victims of superstition and blind faith, so that their project can succeed. Kerala higher education is the obstacle to it. So that is why they are attacking Kerala's higher education, and for that very reason, the people of Kerala will rise to protect their higher education system and will not allow the central government to misuse constitutional offices to achieve that purpose of destroying Kerala's higher education. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉന്നതമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് കേരളം എന്ന് നമുക്കറിയാവുന്നതാണ്. സാക്ഷരതയുടെ കാര്യത്തിലും ഒന്നാം സ്ഥാനം നേടിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. യൂറോപ്പിലും USA-യിലും ഒക്കെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിനോട് അതിലെ യൂണിവേഴ്സിറ്റികളോട് തത്തുല്യമായ സ്വാധീനമുള്ള തത്തുല്യമായ ഉന്നതിയുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗമാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റുക. മറ്റ് വിദ്യാഭ്യാസ രംഗത്തും കേരളം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഡബിൾ പ്ലസ് റേറ്റിംഗ് ഉള്ള, അതായത് ഏറ്റവും നല്ല റേറ്റിംഗ് ഉള്ള വിദ്യാഭ്യാസമാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് സംഘടിപ്പിക്കുന്നതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്, നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിലെ യുവാക്കളെ നോളേജ് സൊസൈറ്റിയുടെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായി വളർത്താനും നേതൃത്വം നേടിയെടുക്കാനും പറ്റാവുന്ന വിധത്തിൽ കേരളത്തിലെ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വിദ്യാഭ്യാസം മാത്രമല്ല, എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം കൂടി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങളുമായി ഈ കേരള ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് BJP നയത്തിന് എതിരാണ്. അവർക്ക് സ്വതന്ത്രമായി അതിനോട് യോജിക്കാൻ കഴിയില്ല. അവർക്ക് എല്ലാവരുടെയും മനസ്സ് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റണം. അതിനുവേണ്ടി പിന്തിരിപ്പൻ ആശയങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ തന്നെ പരത്തിവിടുക, അത് പ്രചരിപ്പിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ യുവാക്കളെ മുന്നോട്ട് ചിന്തിക്കുന്നവരായി, പുരോഗമനപരമായി ചിന്തിക്കുന്നവരായി മാറ്റാതിരിക്കുക, പിന്തിരിപ്പന്മാരായി മാറ്റുക എന്ന ലക്ഷ്യമാണ് അവർ വയ്ക്കുന്നത്. അതിന് സഹായകമായ ഒന്നായി ഈ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റി തീർക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാനും അങ്ങനെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രമാക്കി, ഒരു ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനെതിരായി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ മുഴുവൻ ജനങ്ങളും അണിനിരക്കേണ്ടതുണ്ട്. അങ്ങനെ അണിനിരന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയൂ. They are also using in mounting this attack a legal infirmity or a loophole. The chancellors of the universities in the state are appointed under the acts passed by the state assembly establishing these universities. The governor is appointed as chancellor not automatically. The governor is appointed in accordance to the act adopted by the legislative assembly. So it is not an automatic post that the governor inherits. Now, the
I know from a personal experience, Indira Gandhi was the Chancellor of Jawaharlal Nehru University during emergency. After emergency, we led a big protest and made her to resign. When she resigned, then in the parliament, the JNU Act was amended to say how a chancellor would be appointed as an eminent person on the basis of a panel, etc., etc. So it was not automatic that the Prime Minister of India will be Chancellor of Jawaharlal Nehru University. So like that, these acts of the state government, today they are supreme, they are the laws of the state. Now the governor argues, central government argues, and unfortunately one or two judicial references also support that the state laws must be in consonance or in accordance with the UGC guidelines. Now UGC guidelines are guidelines under the UGC Act. That UGC Act was passed by the parliament and it is constantly reviewed every time, even when I was there. These guidelines are subordinate legislation under the basic legislation of UGC Act. A subordinate legislation cannot supersede a full legislation adopted by the assembly of an elected state government. That is not legally tenable, but that is exactly what the Modi government is arguing. That is centralization of education. That everybody must follow the UGC guidelines. Some courts have opined that UGC guidelines are supreme, but subordinate legislation cannot supersede the actual legislation adopted by an elected assembly. So this has to be properly reviewed. And I think the Tamil Nadu government, the Maharashtra government, all other non-BJP governments must seriously together consider moving the Supreme Court to say that you cannot encroach upon the rights of the states and the state assemblies to decide on matters connected with universities in the state. നിയമത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിയമപരമായി നിലനിൽക്കുന്ന പോരായ്മകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചാൻസലർ പദവി ഉപയോഗിച്ച് ഈ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവർണർ എന്നാൽ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ ആയി മാറിക്കൊള്ളണമെന്നില്ല. അദ്ദേഹത്തിന് സ്വയം സിദ്ധമായി ലഭിക്കുന്ന ഒരു അധികാരമല്ല ചാൻസലർ പദവി എന്നത്. കേരളത്തിൻ്റെ നിയമസഭ അംഗീകരിച്ച് നൽകിയിട്ടുള്ള ഒരു സവിശേഷ അധികാരമാണ് അത്. എനിക്കറിയാം, ഞാൻ പഠിക്കുന്ന കാലത്ത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അവർ അടിയന്തരാവസ്ഥക്കാലത്ത് അടക്കം ആ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായി പ്രവർത്തിച്ചതിൻ്റെ അനുഭവമുണ്ട്. അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് സമരം ചെയ്ത് JNUവിലെ വിദ്യാർത്ഥികൾ ഒന്നിച്ച് സമരം ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദിരാഗാന്ധിയെ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി തയ്യാറായി. അതിനുവേണ്ടി ലോക്സഭയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പ്രത്യേകം നിയമം കൊണ്ടുവന്നു, ഭേദഗതി വരുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട ഭേദഗതി വരുത്തിയിട്ടാണ് പുതിയ ചാൻസലർ ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനമെടുത്തത്. പ്രധാനമന്ത്രിയായാൽ ചാൻസലർ ആയിക്കൊള്ളണം എന്ന അവസ്ഥയില്ല എന്ന അവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ആ സമരത്തിന് കഴിഞ്ഞു. നമുക്കറിയാം, ഇപ്പോൾ സംസ്ഥാനത്ത് നിയമസഭകളെ, യൂണിവേഴ്സിറ്റികളെ, സർവകലാശാലകളെ ഭരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ UGCയുടെ അടിസ്ഥാനത്തിൽ ഒരു കേന്ദ്ര നിയമവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത് UGC നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ മാർഗനിർദ്ദേശകത്തിന് അടിസ്ഥാനത്തിൽ മാത്രമേ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളുടെ ഭരണഘടനകൾ, അതിൻ്റെ നിയമം നിലനിൽക്കാൻ പാടുള്ളൂ എന്നാണ്. അത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾക്ക് യോജിച്ച ഒന്നല്ല. നമുക്കറിയാം, നിയമസഭകൾ പൂർണ്ണമായി ചർച്ച ചെയ്ത് ഒരു ഫുൾ ലെജിസ്ലേഷൻ എന്ന അടിസ്ഥാനത്തിൽ പൂർണ്ണമായ നിയമനിർമ്മാണം എന്ന രൂപത്തിലാണ് സർവകലാശാലകളുടെ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് എങ്കിൽ കേന്ദ്രത്തിൽ പൊതുവായ ഒരു മാർഗനിർദ്ദേശം മാത്രമേ UGC ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിലനിൽക്കേണ്ട നിയമം എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭകൾ ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ്. ആ നിയമം ആണ് നിലനിൽക്കേണ്ടത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതാണ് ജനാധിപത്യത്തിൻ്റെ മാർഗം. That is why today this attack on higher education comes as a direct assault on what independent India was pursuing in terms of education policy. Jawaharlal Nehru, as the first Prime Minister, articulated the Government of India's position when he inaugurated the
convocation, university convocation at Allahabad in 1948. He defined a university. He said a university stands for humanism, for tolerance, for scientific inquiry, and for an adventure of ideas. So university stands for humanism, for tolerance, accepting diversity, for scientific inquiry, rejecting obscurantism, backwardness, and blind faith, and for an adventure of ideas, so that, like what we are talking of Kerala higher education, it can become the leaders of knowledge society in the world. Today, this sort of universities do not suit the purpose of the RSS agenda of converting India into a fascistic Hindutva Rashtra. There has to be no diversity, only monolithic Hindu Rashtra. There can be no scientific spirit, only blind faith. There can be no adventure of ideas, because there is only one idea, and the idea of Hindutva Rashtra. So that is why these universities have to be destroyed. That is why assault on JNU, on central universities like Hyderabad, on Jamia Millia, on Aligarh, on all the central universities, the assaults are because they want to destroy this sort of education that Indian youth will receive. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, സർവകലാശാലകളെ സംബന്ധിച്ച് ജവഹർലാൽ നെഹ്റു എങ്ങനെയാണ് ഒരു സർവകലാശാല പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് 1948 നടത്തിയ ഒരു കോൺവെക്കേഷൻ സെറമണി വിളിച്ച് വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് മാനവികതയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ സഹിഷ്ണുതയ്ക്ക് വേണ്ടി, വൈവിധ്യത്തിന് വേണ്ടി, ആ പുതിയ ആശയങ്ങളുടെ ആവിഷ്കാരത്തിന് വേണ്ടി, പിന്തിരിപ്പൻ ആശയങ്ങൾക്കെതിരായ പോരാട്ടത്തിന് വേണ്ടി, അങ്ങനെ ആശയപരമായ വൈവിധ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുന്ന ഒന്നായി സർവകലാശാലകൾ മാറണം എന്ന കാഴ്ചപ്പാടാണ് 1948 ഒരു കോൺവെക്കേഷൻ സെറമണിയിൽ പങ്കെടുത്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ചത്. ആശയപരമായി അത്തരത്തിലുള്ള വൈവിധ്യങ്ങൾ ഉണ്ടാകുന്നത് RSSനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. അവർക്ക് അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുക എന്നതാണ്. അതിൽ വൈവിധ്യത്തിന് യാതൊരു സ്ഥാനവുമില്ല, ഏകദാനതയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. അവർ ഒറ്റ കാഴ്ചപ്പാടുള്ളവരായി ഇന്ത്യയെ ആകെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ശാസ്ത്രീയ വീക്ഷണം ഉയർത്തിക്കൊണ്ടുവരിക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാവുന്ന കാര്യമില്ല. അവർ പിന്തിരിപ്പത്തത്തിന് വേണ്ടി, അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി ഒക്കെയാണ് നിലകൊള്ളുന്നത്. എന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധ്യമല്ല. ആശയപരമായ പോരാട്ടത്തിനെ അംഗീകരിക്കുന്നവരല്ല അവർ. അതുകൊണ്ട് തന്നെ ഇന്ന് കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള സർവകലാശാലകളിലൊക്കെ തന്നെ, അത് ഹൈദരാബാദിലായാലും ശരി, ജാമിയ മില്ലയിൽ ആയാലും ശരി, അതുപോലുള്ള കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവകലാശാലകളിലൊക്കെ തന്നെ ഈ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥിവർഗം അതിൻ്റെതായ ശക്തമായ പോരാട്ടത്തിലാണ് ഇന്ന് നിലകൊള്ളുന്നത്. That's why finally we must understand, how did Hitler manage to ideologically convince the German people, who were the inheritors of the most scientific, progressive, philosophical traditions of Hegel, Marx, and all these progressive thinkers and scientific thinkers, rational thinkers, how did those Germans embrace Hitler's Nazi philosophy? George Lucas, a famous Marxist intellectual, he analyzes this entire thing in a seminal book called Destruction of Reason. And he says Hitler's success lay in the fact that he destroyed reason and rationality in public discourse. Everything was reduced to blind faith. Everything was reduced to the personality cult. Everything was reduced to accepting what that leader says as the truth. That's exactly what we are seeing today happening under Modi. This assault on reason and rationality is what brought fascism in Germany, sustained fascism, and it is this assault on reason and rationality by destroying higher education that Hitler is aiming to do that Modi is aiming to do in India. That is why this is not a small battle. This is part of a much larger battle concerning the future
of what India should be, what is the character of India. And for Kerala, the only state in our country, which I am very proud to say always, this is the only state in our country where when you come into Kerala from outside, you are treated as a human being, not as a Hindu or not as a Muslim, not as a Christian, not as upper caste or a Dalit, etc. There is no other identity except human being. This identity of Kerala is what is sought to be destroyed. And that is why there is a much bigger battle that all of us will have to come together and face it. And all well-meaning parties that are running non-BJP governments in the states who are under similar assault, like your neighbor in Tamil Nadu or in Telangana, all of us must come together today in order to defeat this big sinister project. ഹിറ്റ്ലർ എങ്ങനെയാണ് ആശയപരമായി ജർമ്മനിയിലെ ജനതയെ മാറ്റിത്തീർത്തത് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. LDFിന് രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് സീതാറാം യെച്ചൂരി. ഗവർണർക്കെതിരെ സർവകലാശാല ഇടപെടലിനെതിരെയൊക്കെ രൂക്ഷ വിമർശനങ്ങൾ നടത്തുകയാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി.